അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേ പറ്റിയും അറേറ്റ പല ടൈപ്പിനെ പറ്റി പഠിച്ചു. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്വിച്ച് നമ്മൾ ഓൾറെഡി നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മൾ ഇഫ് എൽസ് ലാഡറിന് പകരം ഇഫ് എൽസ് എഴുതി അതിന് അവസാനം എൽസ് എഴുതി അങ്ങനെ തീർക്കുന്നതിന് പകരമായിട്ട് ഒരു കുറച്ചും കൂടെ എഴുതാൻ എളുപ്പവും വായിക്കാൻ പ്രോഗ്രാം വായിച്ചാൽ എളുപ്പമാകാൻ വേണ്ടിയിട്ടുള്ള വേറൊരു മെത്തേഡാണ് സ്വിച്ച് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ ഈ ഫംഗ്ഷൻ നമ്മൾ ചെയ്യാനുള്ള ഒരു HTML ഡോക്യുമെൻ്റ് ഉണ്ട്, ടൈറ്റിലുണ്ട്, ഹെഡുണ്ട്, ബോഡിയുണ്ട്. ബോഡിക്കകത്ത് PHP ടാഗിനകത്താണ് PHP കോഡ് ഇടുന്നത്. ഇനി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പേര് ടുഡേ എന്നാണ്. ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ട്. ഇത് PHPയിലുള്ള ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷനാണ്, ഇതിനകത്ത് തന്നെ എഴുതിയേക്കുന്ന ഫംഗ്ഷനാണ്. ഫോർ എക്സാമ്പിൾ സിയിലൊക്കെ പ്രിൻ്റ് സ്കാൻഎഫ് എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് തന്നെയുള്ള ഫംഗ്ഷനുകളെ നമ്മൾ വിളിക്കില്ല. അതുപോലെ PHPയിലുള്ള ഒരു ഫംഗ്ഷനാണ് ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇതിന് ആർഗ്യുമെൻ്റ് ആയിട്ട് D എന്ന് പറയുന്ന ക്യാരക്ടർ പാസ് ചെയ്താൽ കറണ്ടായിട്ട് ഇത് ഈ പ്രോഗ്രാം ഓടുന്നത് എവിടെയാണോ, ഏത് സെർവറിലായിരിക്കുമല്ലോ PHP ഓടുന്നത്. ഇപ്പം ഞാൻ എൻ്റെ മെഷീനിൽ ഒരു ലോക്കൽ സെർവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ സെർവറിലാണ് ഓടുന്നത്. അപ്പോൾ എൻ്റെ ഇതിലെ കറണ്ടായിട്ടുള്ള ടൈം കിട്ടും, അതാണ് ഡേറ്റ്. D എന്ന് പാസ് ചെയ്താൽ കറണ്ട് ഡേ ഏതാണോ അത് കിട്ടും. ഇപ്പോൾ കറണ്ട് മൺഡേ ആയതുകൊണ്ട് മൺഡേ എന്നുള്ള ഡേ കിട്ടും. ട്യൂസ്ഡേ ആണ് ട്യൂസ്ഡേ കിട്ടും. അപ്പോൾ അത് കിട്ടുന്നത് ഇങ്ങനെയാണ് കിട്ടുന്നത്. മൺഡേ ആണെങ്കിൽ MO എന്നായിരിക്കും കിട്ടുന്നത്, ട്യൂസ്ഡേ ആണെങ്കിൽ TUE എന്നായിരിക്കും കിട്ടുന്നത്. 3 ക്യാരക്ടറുള്ള സ്ട്രിങ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ D എന്നുള്ള ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തേക്കുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ നമുക്കത് കിട്ടും. അല്ലെങ്കിൽ ഡേറ്റ് എന്ന് മാത്രം വിളിച്ചാൽ നമുക്ക് ഈ എൻ്റയർ ആ സ്ട്രിങ് ആയിരിക്കും കിട്ടുന്നത്. അതായത് ഡേറ്റും ടൈമും സെക്കൻഡും എല്ലാം ഉൾപ്പെടെയുള്ള സംഭവമായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ആ കിട്ടിയേക്കുന്ന വേരിയബിൾ, അപ്പോൾ സ്വിച്ചിൻ്റെ സിൻറ്റാക്സ് നമുക്കറിയാം. സ്വിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്വിച്ച് കഴിഞ്ഞിട്ട് വേരിയബിളാണ് കൊടുക്കുന്നത്, ആ വേരിയബിളിലാണ് നമ്മൾ സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇഫ് വാല്യൂ ഈക്വൽ ടു എന്താണോ നമ്മൾ കമ്പയർ ചെയ്യുന്നത് അതുപോലെ. അപ്പോൾ സ്വിച്ച് എന്നുള്ള കീവേഡ് ഉപയോഗിക്കുക, ബ്രാക്കറ്റിനകത്തൂടെ കൊടുക്കുക, ആംഗിൾ ബ്രാക്കറ്റ് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഫൈനലി സ്വിച്ച് കഴിയുമ്പോൾ അത് ക്ലോസ് ചെയ്യുക. ഇനി ഓരോ കേസായിട്ട് എഴുതണം. കേസ് സ്പേസ് ഇടുക, കേസ് കഴിഞ്ഞിട്ട് സ്പേസ് ഇടുക, ആദ്യത്തെ വാല്യൂ എന്താണോ അത് കൊടുക്കുക. ഇവിടെ കേസിൽ സ്ട്രിങ് ആയതുകൊണ്ട് ഡബിൾ കോട്ട്സിലാണ് കൊടുക്കുന്നത്. നമ്പർ ആണെങ്കിൽ കേസ് സ്പേസ് 1 എന്ന് മാത്രം കൊടുത്താൽ മതി, കോട്ട്സ് ഒന്നും ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് കേസ് സ്പേസ്, അത് കഴിഞ്ഞ് അതിൻ്റെ വാല്യൂ കമ്പയർ ചെയ്യേണ്ട വാല്യൂ ഏതാണോ ആ വാല്യൂ, അതിനുശേഷം കോളൻ സിമ്പിൾ ഇടണം. കോളൻ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് എക്സിക്യൂട്ട് ചെയ്തേക്കുന്നില്ല. ഈ കേസ് മൺഡേ, അതായത് ഈ ടുഡേ എന്നുള്ള വേരിയബിൾ മൺഡേ എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എന്തെല്ലാം സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയോ അതെല്ലാം എക്സിക്യൂട്ട് ചെയ്യും. ഇനി ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വെച്ച്, അതായത് മൺഡേ കണ്ടു, ഇവിടുന്ന് താഴേക്ക് ശരിക്കും എക്സിക്യൂട്ട് ചെയ്ത് പോവുക. ഈ ബ്രേക്ക് ഇവിടെ കൊടുത്തേക്കുന്നതിൻ്റെ ഉദ്ദേശം ബ്രേക്ക് ഇതിൻ്റെ താഴോട്ട് എഴുതിയേക്കുന്നൊന്നും ഇനി നോക്കണ്ട, സ്വിച്ചിൽ നിന്ന് ബ്രേക്ക് ചെയ്തോന്നാണ്. അപ്പോൾ ഈ കേർലി ബ്രാക്കറ്റിന് പുറത്തേക്ക് വരും കൺട്രോൾ. അപ്പോൾ ബ്രേക്ക് ഇവിടെ എഴുതിയില്ല എങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പിന്നെ ഏറ്റവും അവസാനം പിന്നെ അങ്ങനെയുള്ള കേസുകൾ എത്ര കേസുണ്ടോ അത്രയും കേസുകൾ എഴുതുക, ഓരോന്നും വാല്യൂ കൊടുക്കുക, ബ്രേക്ക് കൊടുക്കുക. അവസാനം ഡീഫോൾട്ട്, അതായത് നമ്മൾ ഇഫ് ലാഡറിനാണ് സ്വിച്ച് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവസാനം ഒരു എൽസ് എഴുതില്ല. അതായത് നമ്മൾ എഴുതിയ എൽസിഫ് ഒന്നും സാറ്റിസ്ഫൈ ആയില്ല എങ്കിൽ അവസാനം ബൈ ഡീഫോൾട്ടായിട്ട് ഈ വാല്യൂ ഒന്നും അല്ല, അതായത് ഈ കൊടുത്തേക്കുന്ന ഒരു വാല്യൂ അല്ല എങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ സാധനം വേണേൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം, ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കോഡ് നമുക്ക് കണ്ടു നോക്കാം. ടുഡേ ഈസ് മൺഡേ. ഇപ്പോൾ ഇവിടുന്ന് റീഡ് ചെയ്തേക്കുന്ന വാല്യൂ മൺഡേ കിട്ടിയേക്കുന്നതുകൊണ്ട് ആ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റാണ് എക്സിക്യൂട്ട്. ടുഡേ ഈസ് മൺഡേ, ക്ലീൻ യുവർ ഹൗസ് എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബ്രേക്ക് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് ഇത് കഴിഞ്ഞുള്ള ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാത്തത്. ഇത് ഞാൻ ഇംഗ്ലീഷ് കമൻറ്റ് ചെയ്യും. അപ്പോൾ ബ്രേക്ക് എന്ന് പറയുന്നത് ഇട്ടില്ലെങ്കിൽ സിൻറ്റാക്സ് എറർ ഒന്നും കാണിക്കില്ല, കാരണം അത് സിൻറ്റാക്റ്റിക്കലി തെറ്റല്ല. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ കേസിൻ്റെ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണെങ്കിലും ഈ ഒരു പ്രശ്നം ഉള്ളതാണ്. ടുഡേ ഈസ് മൺഡേ, ക്ലീൻ യുവർ ഹൗസ്. ടുഡേ ഈസ് ട്യൂസ്ഡേ എന്നും പ്രിന്റ് ചെയ്തിട്ടുണ്ട്, കാരണം ഇവിടെ ഈ ബ്രേക്ക് ഇടാത്തതുകൊണ്ടാണ്. കേസ് സ്റ്റേറ്റ്മെൻറ്റ് സാറ്റിസ്ഫൈ ആയാൽ, ഈ കേസ് ട്രൂ ആയി കഴിഞ്ഞാൽ, അതായത് ഈ ടുഡേയുടെ വാല്യൂ മൺഡേ എന്നായി കഴിഞ്ഞാൽ ഇത് ഇവിടെ തൊട്ടിങ്ങനെ താഴേക്ക് എല്ലാം എക്സിക്യൂട്ട് ചെയ്തേ പോകുള്ളൂ. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബ്രേക്ക് ഇടുന്നത്. ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ രണ്ടാമത്തെ എക്സിക്യൂട്ട് ചെയ്യും. രണ്ടാമത്തെ എക്സിക്യൂട്ട് ചെയ്തിട്ട് നിന്നേക്കുന്നത് ഇവിടെ ബ്രേക്ക് കിടക്കുന്നുണ്ട്. ഇവിടെ എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ മൂന്നാമത്തേത് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടോ, വെനസ്ഡേ പ്രിന്റ് ചെയ്യും. അപ്പോൾ അതാണ് ബ്രേക്ക് ഇട്ടില്ല എന്ന് കരുതി തെറ്റൊന്നുമില്ല, പക്ഷെ ആ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതി, നമ്മൾ ബ്രേക്ക് ഇട്ട് നിർത്തണം. അപ്പോൾ ഇതാണ് സ്വിച്ചിൻ്റെ സിൻറ്റാക്സ്. സ്വിച്ച് വേരിയബിളിൻ്റെ പേര്, കേർലി ബ്രാക്കറ്റ്, കേസ് സ്പേസ് കഴിഞ്ഞിട്ട് കമ്പയർ ചെയ്യേണ്ട വാല്യൂ, കോളൻ കൊടുക്കുക, അത് കഴിഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം കൊടുക്കുക, സെമി കോളനൊക്കെ ഇട്ട് വേണം കൊടുക്കാൻ, എത്ര സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും കൊടുക്കുക, എവിടെ വെച്ചാണോ ഈ കണ്ടീഷനകത്ത് ചെയ്യേണ്ട എല്ലാം എഴുതി കഴിയുമ്പോൾ ബ്രേക്ക് കൊടുക്കുക.
ഇതാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത നമ്മുടെ ടോപ്പിക്ക് ഫങ്ഷൻസ് ഇൻ PHP. ഫങ്ഷൻസിൻ്റെ നോട്ട് സാധാരണ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, കാണാറുണ്ട്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഇൻ സേവ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ അബൌട്ട് ഫങ്ഷൻസ് ഇൻ PHP എന്നൊക്കെ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഫങ്ഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഇതാണ്. PHP has over 1000 built-in functions that can be called directly from within a script to perform a specific task. അതിന് എക്സാമ്പിൾ നമ്മളിപ്പോൾ കണ്ട ഞാൻ പറഞ്ഞ ഡേറ്റ് ഒക്കെ ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്, ഇൻബിൽറ്റ് ആയിട്ട് PHP-യിലുള്ളതാണ്. സിയിൽ പ്രിൻ്റഫും C++ൽ സി ഇൻ സി ഔട്ട് ഒക്കെ ഉള്ള പോലെ തന്നെ ഇതിൽ PHP-യിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഡേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ സോർട്ട് വേറൊരു ഫംഗ്ഷനാണ്, അറേ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ്. ഇതെല്ലാം ഇൻബിൽറ്റ് ആയിട്ട് അതിൽ തന്നെ എഴുതിയേക്കുന്നതാണ്. അപ്പം PHP ഫംഗ്ഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിട്ടാണ് വരുന്നത്. ഒന്ന് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ്, അതിന് എക്സാമ്പിൾ എഴുതുക. നമുക്ക് സ്ക്രിപ്റ്റിൽ നിന്ന് ഡയറക്റ്റ് വിളിക്കാം, ഓരോന്നിനും ഒരു സ്പെസിഫിക് ടാസ്ക് ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കോഡ് ഓൾറെഡി PHP-യുടെ ഡെവലപ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തേത്, ഇൻ അഡീഷൻ വി ക്യാൻ ക്രിയേറ്റ് അവർ ഓൺ കസ്റ്റം ഫംഗ്ഷൻ. നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്കൊരു ഫംഗ്ഷൻ എഴുതാം. ദീസ് ആർ കോൾഡ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. അതിനാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ സ്റ്റാർട്ട്സ് വിത്ത് ദ കീവേഡ് ഫംഗ്ഷൻ. കീവേഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ടാണ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ തുടങ്ങുന്നത്. നമുക്ക് കോട്ട്സ് കൊടുക്കാം. വിത്ത് ദ കീവേഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കീവേഡാണ്. അതിന്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് ഉപയോഗിക്കുക, നമ്മൾ ഫംഗ്ഷൻ എന്ത് പേര് കൊടുക്കുന്നു അത് കൊടുക്കുക, ഫംഗ്ഷന്റെ ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും കൊടുക്കുക, കേർലി ബ്രാക്കറ്റിനകത്ത് എക്സിക്യൂട്ട് ചെയ്തിട്ട് കോഡ് എഴുതുക. ഇവിടെ തൊട്ട് ഇവിടെ വരെ എഴുതിയേക്കുന്നത് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും സെയിം ആണ്. സിയിലും C++ലും ഒക്കെയാണ് നമ്മൾ റിട്ടേൺ ടൈപ്പ് പറഞ്ഞു കൊടുക്കും, ഇന്റ് ഫ്ലോട്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഈ കേസിൽ നമുക്ക് PHP-യുടെ കേസിൽ നമുക്ക് ഡാറ്റ ടൈപ്പ് ബാധകമല്ല. ഡാറ്റ ടൈപ്പ് എന്താണെങ്കിലും നമ്മൾ വെറുതെ എഴുതുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ റിട്ടേൺ ടൈപ്പ് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട, പകരം ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് ഉപയോഗിക്കുക. അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഈ എഴുതിയേക്കുന്നതിന് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയും. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കാണ്, ഇതിവിടെ വിളിക്കുന്നില്ല. ഇങ്ങനെ മാത്രം ഇവിടെ എഴുതി വെച്ചാൽ ഒന്നും നടക്കില്ല. ഫംഗ്ഷൻ വിളിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ റൈറ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫംഗ്ഷനെ കോൾ ചെയ്തേക്കുന്നത്. റൈറ്റ് ഫംഗ്ഷൻ്റെ പേര് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് ഡിഫൈൻ ചെയ്തേക്കുന്നിടത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുക. ഇത് ഇവിടെ എക്സിക്യൂട്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ താഴെ ഹലോ വേൾഡ് എന്ന് പ്രോഗ്രാം ഉണ്ട്. ഈ ഫംഗ്ഷൻ കോൾ കമൻറ്റ് ചെയ്താൽ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യില്ല. കാരണം എന്താണ്, ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ, അത് എങ്ങടത്തൊന്നും വിളിച്ചിട്ടില്ല. വിളിച്ചാൽ മാത്രമേ ഉള്ളൂ ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഉള്ളവരാണ്. ആകെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് ഉപയോഗിക്കുക. ഇനി ഫംഗ്ഷനിലേക്ക് ആർഗ്യുമെന്റ് പാസ് ചെയ്യണമെങ്കിലും സാധാരണ ബാക്കി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കണ്ട പോലെയാണ്. ഫംഗ്ഷൻ ഡെഫിനിഷന്റെ സമയത്ത് എത്ര ആർഗ്യുമെന്റ് ഉണ്ടോ അതിന്റെ ഓരോന്നിന്റെയും പേര് പറഞ്ഞു കൊടുക്കുക. സിയിലുള്ള പോലെ റിട്ടേൺ ടൈപ്പ് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, ഇന്റ് ഫ്ലോട്ട് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, കാരണം അതിവിടെ ബാധകമല്ല. അപ്പം നമ്മൾ എത്ര ആർഗ്യുമെന്റ് ഉണ്ടോ ഇതിന്റെ ആർഗ്യുമെന്റ്സ് ഇവിടെ പറഞ്ഞു കൊടുക്കുക. ഒരെണ്ണം ഉള്ളെങ്കിൽ അത് മാത്രം എഴുതുക, രണ്ടെണ്ണം ഉള്ളെങ്കിൽ ആദ്യത്തെ കഴിഞ്ഞ് കോമ ആയിട്ട് അടുത്ത് എഴുതി കൊടുക്കുക. അങ്ങനെ എത്ര എണ്ണം ഉണ്ടെങ്കിലും എഴുതി കൊടുക്കുക. ഈ കേസിൽ ഫൈൻ സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് വിളിക്കുന്നത്. 5+5 പാസ് ചെയ്തു. നമ്പർ 1ലേക്ക് 5 വരും, നമ്പർ 2ലേക്ക് 5 വരും. രണ്ടും കൂടെ ആഡ് ചെയ്ത് 10 എന്നുള്ള റിസൾട്ട് പ്രിന്റ് ചെയ്യും. ഇതിന്റെ റിസൾട്ട് നമുക്ക് കണ്ടു നോക്കാം. ഉണ്ടല്ലേ 10 പ്രിന്റ് ചെയ്തു. ഇവിടെ ഞാൻ ഇന്ന് തരം 6 കൊടുത്താൽ 11 പ്രിന്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇതാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിലേക്ക് ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നിന്ന് ഒരു ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ളത്, ഒന്ന് ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു നമ്പർ ഒരു ഫംഗ്ഷനിലേക്ക് ഒരു നമ്പർ പാസ് ചെയ്യുക. അത് ഓഡാണോ ഈവൻ ആണോ എന്ന് പ്രിന്റ് ചെയ്യുക. അതാണ് ആദ്യം ചെയ്യാനുള്ളത്. രണ്ടാമത്തേത് അത് ചെയ്തതിന് ശേഷം രണ്ടാമത് ചെയ്യുക കാൽക്കുലേറ്റർ ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഴുതുക. ഒരു 2 നമ്പർ 5, 6 അങ്ങനെ എന്തെങ്കിലും 2 നമ്പർ ഇതുപോലെ തന്നെ വിളിക്കുക. കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതുക. ഫംഗ്ഷനിലേക്ക് 2 ആർഗ്യുമെന്റ് സ്വീകരിക്കുക. എന്നിട്ട് 2 ആർഗ്യുമെന്റ് അല്ല 3 ആർഗ്യുമെന്റ് സ്വീകരിക്കണം. അഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ അങ്ങനെ. അപ്പോൾ അങ്ങനെ സ്വീകരിച്ചിട്ട് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇവിടെ എഴുതിയേക്കുന്ന ഈ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് പ്ലസ് സിമ്പിളാണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ അഡീഷൻ ചെയ്യുക, സബ്ട്രാക്ഷൻ ചെയ്യുക, അങ്ങനെ ഓരോന്നും ചെയ്ത് നോക്കുക. അപ്പോൾ ആ 2 പ്രോഗ്രാം ചെയ്യുക. ഇത്രയും പഠിപ്പിച്ചതിൽ നിന്ന് സ്വിച്ചും ഫംഗ്ഷനിൽ നിന്ന് ഈ 2 പ്രോഗ്രാം നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്തത് ഒരു ഇടയ്ക്ക് ഫംഗ്ഷൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു. എക്സ്പ്ലെയിൻ അബൌട്ട് എനി 4 ഫംഗ്ഷൻസ് യൂസ്ഡ് ഇൻ അറേ. അറേയിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും 4 ഫംഗ്ഷനെ പറ്റി പറയാൻ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഫംഗ്ഷൻസ്. അപ്പോൾ ഹെഡിങ് എഴുതുക ഫംഗ്ഷൻസ് യൂസ്ഡ് ഇൻ അറേ.
PHP ഫംഗ്ഷൻസ് യൂസ്ഡ് ഇൻ അറേ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ ഫംഗ്ഷൻ്റെ പേര് പറഞ്ഞു പല ഡേറ്റ് ഉണ്ട്, സോർട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതിൽ സോർട്ടാണ് ആദ്യത്തെ ഫംഗ്ഷൻ. അടുത്ത ഫംഗ്ഷൻ കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ സോർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് നോക്കാം. ഇത് അറേ ഡിക്ലെയർ ചെയ്തേക്കുന്നതാണ്. അറേയുടെ പേര് അറേ എന്നുള്ള കീവേഡ് ഉപയോഗിക്കുക, ബ്രാക്കറ്റിനകത്ത് ഏതൊക്കെ വാല്യൂ ഉണ്ടോ അത് പറഞ്ഞു കൊടുക്കുക. ഇനി ഞാൻ സോർട്ട് കാർസ് എന്ന് പറഞ്ഞ് വിളിച്ചാൽ ചെയ്യുന്നത് ഇതിനെ സോർട്ട് ചെയ്യും. സ്വാഭാവികമായി സോർട്ട് എന്നുള്ള വാക്ക് കേട്ടാൽ തന്നെ അറിയാം അത് സോർട്ടായിരിക്കും ചെയ്യുന്നത്. സോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് സോർട്ട് ചെയ്യുന്നത്. ന്യൂമറിക്കൽ അറേ ആണെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യും. ഇപ്പോൾ ഈ കേസിൽ ബി ആദ്യം വരുന്നതുകൊണ്ട് BMW എന്നുള്ള വാല്യൂ ആദ്യം കൊണ്ടുവരും, ടയോട്ട രണ്ടാമത് കൊണ്ടുവരും, വോൾവോ മൂന്നാമത് കൊണ്ടുവരും, ആൽഫബറ്റിക്കൽ ഓർഡറിൽ സോർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അറേ ഫംഗ്ഷൻസിൽ ആദ്യത്തേത് സോർട്ട്. സോർട്ടിനകത്ത് we need to അപ്പോൾ സോർട്ടിൻ്റെ നോട്ട് എഴുതുമ്പോൾ എഴുതുക സോർട്ട് ഫംഗ്ഷൻ ആക്സെപ്റ്റ്സ് ദ നെയിം ഓഫ് ദ അറേ ആസ് ആർഗ്യുമെൻറ്റ്. സോർട്ട് ഫംഗ്ഷൻ ആക്സെപ്റ്റ്സ് നെയിം ഓഫ് അറേ ആസ് ആർഗ്യുമെൻറ്റ്. നെയിം ഓഫ് അറേ ആണ് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. രണ്ടാമത്തേത് കൗണ്ട് ഫംഗ്ഷൻ. കൗണ്ട് ഫംഗ്ഷൻ ഓൾസോ ആക്സെപ്റ്റ്സ് നെയിം ഓഫ് അറേ ആൻഡ് റിട്ടേൺസ്. സോർട്ട് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, കൗണ്ട് റിട്ടേൺസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ദാറ്റ് അറേ. നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ ഈ കേസിൽ 3 എന്ന് പറയുന്ന വാല്യൂ കിട്ടും രണ്ടാമത്തെ ഫംഗ്ഷൻ. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ ഇത് വാല്യൂ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഇവിടെ ലൂപ്പ് എഴുതിയേക്കുന്നേ ഉള്ളൂ. $4 x = 0, x <c ലെങ്ത് 3 എലമെന്റ് വരെ ഇറ്ററേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് x++ കാർസ് അറേയുടെ പേര് അതിലെ x എന്ന് പറഞ്ഞാൽ ആദ്യം 0 ആയിരിക്കും. അപ്പോൾ കാസ് A(0) നിങ്ങൾ എഴുതിയ സിയിൽ എഴുതുന്ന പോലെ തന്നെ ഇതിലെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കണ്ടു നോക്കാം. അറേ ഫംഗ്ഷൻസ്. ആദ്യം സോർട്ട് ഫംഗ്ഷൻ സോർട്ട്സ് ദ വാല്യൂ ഓഫ് ആൻ അറേ ഇൻ അസെൻഡിങ് ഓർഡർ. ഇപ്പോൾ ഈ കേസിൽ ഞാൻ ആദ്യം വോൾവോ ആണ് കൊടുത്തേക്കുന്നത്, രണ്ടാമത് BMW ആണ്. BMW ആദ്യത്തേക്ക് കൊണ്ടുവന്നു ആൽഫബറ്റിക്കൽ ഓർഡറിൽ, ടയോട്ട രണ്ടാമത് വന്നു, വോൾവോ V ആയതുകൊണ്ട് ലാസ്റ്റ് മൂന്നാമത് വന്നു. അപ്പോൾ സോർട്ട് ഫംഗ്ഷനും കൗണ്ട് ഫംഗ്ഷനും. ഇനിയുള്ളത് സോർട്ട് ഫംഗ്ഷൻ. സോർട്ട് എന്ന് പറഞ്ഞാൽ അസോസിയേറ്റീവ് സോർട്ട് എന്നാണ്. അറേ പല ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തേത് ന്യൂമറിക് അറേ. ഇത് ന്യൂമറിക് അറേയിൽ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് അസോസിയേറ്റീവ് അറേ സോർട്ട് ചെയ്യാൻ. അസോസിയേറ്റീവ് അറേയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അസോസിയേറ്റീവ് അറേയിൽ കീ വാല്യൂ പെയർ. ഈ പീറ്റർ എന്ന് പറയുന്നതാണ് കീ, 45 എന്ന് പറയുന്നതാണ് വാല്യൂ. അടുത്ത കീ വാല്യൂ ബെന്ന് 37 കീ വാല്യൂ. അടുത്തത് ജോ എന്ന് പറയുന്ന വാല്യൂ, ജോ എന്നാണ് കീ, 23 എന്ന് പറയുന്ന വാല്യൂ. ഈ സോർട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് സോർട്ട് ഫംഗ്ഷൻ സോർട്ട്സ് ആൻഡ് അസോസിയേറ്റീവ് അറേ ഇൻ അസെൻഡിങ് ഓർഡർ അക്കോർഡിംഗ് ടു വാല്യൂ. അസോസിയേറ്റീവ് അറേ അക്കോർഡിംഗ് ടു ദ വാല്യൂ. അപ്പം ഇവിടെ അപ്പോൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ് ഈ കേസിൽ 45, 37, 23 കീ ആണ്. പീറ്ററും ബെന്നും ജോയും കീ ആണ്. വാല്യൂ അനുസരിച്ചാണ് സോർട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കേസ് ഇവിടെ 23 ആയതുകൊണ്ട് 23 ആദ്യം വരണം, രണ്ടാമത് 37 ജോ 23 വരണം, അത് കഴിഞ്ഞ് ബെൻ 37 വരണം, പീറ്റർ 45 വരണം. കീ ആദ്യം ജോ 23 വന്നു, ബെൻ 37 വന്നു. ഇപ്പോൾ ഇതിൻ്റെ ഓർഡറിലാണ് സോർട്ട് ചെയ്തേക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ സോർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോർട്ട് ഫംഗ്ഷൻ ഓൾസോ ആക്സെപ്റ്റ്സ് നെയിം ഓഫ് അറേ. ഇത് എന്താ പറയുന്നത്, ഇത് സോർട്ട് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണണമെങ്കിൽ ഈ ഫോർ ലൂപ്പ് വരുന്ന ഇതിന് മുമ്പ് ഇവിടെ ഒന്ന് ഇട്ടാൽ മതി. ഉണ്ടല്ലേ, സോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിങ്ങനെയായിരുന്നു ഇതിൻ്റെ ഓർഡർ. ആദ്യം 45 പീറ്റർ, ഞാൻ കൊടുത്ത ഓർഡറിൽ തന്നെയായിരുന്നു. പീറ്റർ 45, ബെൻ 37, ജോ 23. പീറ്റർ 45, ബെൻ 37, ജോ 23. പിന്നെ സോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ 23 ജോ എന്നുള്ള വാല്യൂ, കീ വാല്യൂ പെയർ ഒന്നിച്ചാണ് മാറ്റുന്നത്. കീനെയും വാല്യൂവിനെയും കൂടെ ഒന്നിച്ചെടുത്ത് ആദ്യത്തേക്ക് വെക്കും. ആകെ പ്രശ്നമുള്ളത് വാല്യൂവിൻ്റെ ഓർഡറിലായിരിക്കും വെക്കുക എന്നുള്ളത്. ഇവിടെ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സോർട്ട് ഫംഗ്ഷൻ എഴുതിയെടുക്കുക. ഇനി ഈ അസോസിയേറ്റീവ് അറേയിൽ സോർട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ ഔട്ട്പുട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോർട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ കറക്റ്റായിട്ട് സോർട്ട് ചെയ്യും. കണ്ട 23 ആദ്യം വന്നു, 37 രണ്ടാമത് വന്നു, 45 മൂന്നാമത് വന്നു. പക്ഷേ കീനെ റീപ്ലേസ് ചെയ്യും, ന്യൂമറിക് അറേ ആയിട്ട് റീപ്ലേസ് ചെയ്യും. കീ അസോസിയേറ്റീവിൽ നമുക്ക് ഇഷ്ടമുള്ള പേരാണ് കൊടുത്തിരുന്നത്, അത് മാറ്റി 0, 1, 2, 3 എന്ന് റീപ്ലേസ് ചെയ്ത് പോകും. അതാണ് അസോസിയേറ്റീവ് അറേയിൽ സോർട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചാലുള്ള കുഴപ്പം. അപ്പോൾ സോർട്ട് ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സോർട്ട് ന്യൂമറിക് അറേയിൽ സോർട്ട് ചെയ്യാൻ, വാല്യൂസിൻ്റെ ഓർഡറിൽ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. കൗണ്ട് ഫംഗ്ഷൻ അറേയുടെ എലമെൻറ്റ് എത്ര എലമെൻ്റ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് വാല്യൂ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സോർട്ട് ഫംഗ്ഷൻ അസോസിയേറ്റീവ് അറേയിൽ വാല്യൂവിൻ്റെ ഓർഡറിൽ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോർട്ട് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ സോർട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സോർട്ട്
കീ സോർട്ട് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. കീ സോർട്ട്സ് ആൻ അസോസിയേറ്റീവ് അറേ ഇൻ അസെൻഡിങ് ഓർഡർ അക്കോർഡിംഗ് ടു കീ വാല്യൂ. നേരത്തേത് ഇവിടെ കൊടുത്തിരുന്ന വാല്യൂവിൻ്റെ അനുസരിച്ചാണെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് അക്കോർഡിംഗ് ടു കീ അനുസരിച്ച്, അതായത് ഇവിടെ കൊടുത്തേക്കുന്ന പീറ്റർ, ബെൻ, ജോ എന്ന് കൊടുത്തേക്കുന്ന വാല്യൂവിൻ്റെ ഓർഡറിലായിരിക്കും സോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബെൻ എന്ന് പറയുന്ന ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്നതുകൊണ്ട് ബെൻ ആദ്യം വരും, ജോ അല്ല രണ്ടാമത് വരുന്നത്, ജോ രണ്ടാമത് വരും, പീറ്റർ മൂന്നാമതും വരും. അപ്പോൾ ആ ഓർഡറിൽ സോർട്ട് ചെയ്യും. അപ്പോൾ എ സോർട്ടും കെ സോർട്ടും തമ്മിലുള്ള വ്യത്യാസം, എ സോർട്ട് എന്ന് പറയുന്നത് അസോസിയേറ്റീവ് അറേ സോർട്ട് ചെയ്യാനുള്ളതാണ്, വാല്യൂവിൻ്റെ ഓർഡറിലാണ് സോർട്ട് ചെയ്യുന്നത്. കെ സോർട്ടും അസോസിയേറ്റീവ് അറേ സോർട്ട് ചെയ്യാനുള്ളതാണ്, പക്ഷേ വ്യത്യാസം കീയുടെ ഓർഡറിലാണ് സോർട്ട് ചെയ്യുക. ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടു നോക്കാം. അല്ല, കെ സോർട്ട്സ് ആൻഡ് അറേ അക്കോർഡിംഗ് ടു അസെൻഡിങ് വാല്യൂ ഓഫ് കീ. ഈ കേസിൽ ബി ആണ് ആദ്യം വരുന്നത്, അതുകൊണ്ട് ബെൻ, ജോ, പീറ്റർ എന്ന് വന്നു. ഈ കേസിൽ ഇതിൻ്റെ ഓർഡറിലാണ്, ഈ വാല്യൂവിൻ്റെ ഓർഡറിലാണ് സോർട്ട് ചെയ്തത്. ഈ കേസിൽ ഇതിൻ്റെ ഓർഡറിലാണ് സോർട്ട് ചെയ്തേക്കുന്നത്, കീയുടെ ഓർഡറിലാണ് സോർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ 4 ഫംഗ്ഷൻ പഠിച്ചു. ഒന്നാമത്തെ സോർട്ട് ഫംഗ്ഷൻ, രണ്ടാമത്തേത് കൗണ്ട് ഫംഗ്ഷൻ, അല്ലെങ്കിൽ കൗണ്ട് ആദ്യം എഴുതിക്കുക, രണ്ടാമത് സോർട്ട്, എ സോർട്ട്. അപ്പോൾ സോർട്ടെല്ലാം ഒന്നിച്ചെഴുതാം, എ സോർട്ട്, കെ സോർട്ട്, ഇത്രയും വാല്യൂസ് ഉണ്ട്. ഇനി ഒരേ ഫംഗ്ഷനും കൂടെ പഠിപ്പിക്കാം. ഒരേ ഫംഗ്ഷനും കൂടെ ഉണ്ട്. ഇൻ അരേ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുണ്ട്. ഇതിലും ഞാൻ ഇതുപോലെ തന്നെ ഒരു അരേ ക്രിയേറ്റ് ചെയ്തേക്കാണ്. അരേ എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ടുണ്ട്, നോർമലായിട്ട് ഉള്ള വാല്യൂസും കൊടുത്തിട്ടുണ്ട്. ഈ അരേ ഫംഗ്ഷനിൽ ഇനിയും ഫംഗ്ഷൻ ഉണ്ട്, കെ ആർ സോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കീയുടെ റിവേഴ്സ് ഓർഡറിൽ സോർട്ട് ചെയ്യും. എ ആർ സോർട്ട് എന്നുണ്ട്, അതായത് അസോസിയേറ്റീവ് അരേ റിവേഴ്സ് സോർട്ട് ചെയ്യും വാല്യൂവിൻ്റെ ഓർഡറിൽ. അങ്ങനെ പല പല ഫംഗ്ഷൻസ്, ഇനി ഒത്തിരി ഫംഗ്ഷൻസ് ഉണ്ട്, ഞാൻ കുറച്ചെണ്ണം ഇവിടെ പഠിപ്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ വേറൊരു നല്ല ഫംഗ്ഷൻ എനിക്ക് തോന്നിയത് ഇൻ അരേ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അതായത് ഒരു അരയിൽ ഒരു എലമെൻ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഞാൻ പീപ്പിൾ എന്ന് പറയുന്ന ഒരു അരേ ക്രിയേറ്റ് ചെയ്ത് കുറേ പേരുടെ പേരും കൊടുത്തിട്ടുണ്ട്. ഇഫ് ഇന്നരെ, അപ്പം ഇഫ് ഇന്നരെ, ഇഫ് എന്ന് പറഞ്ഞാൽ ഇഫ് എന്ന് എഴുതിയാൽ എന്താ സംഭവിക്കുന്നത്, ഇഫിനകത്തുള്ള വാല്യൂ എന്തായിരിക്കണം, ഒരു ബൂളിയൻ വാല്യൂ ആയിരിക്കണം, ട്രൂ ഓർ ഫോൾസ്, അല്ലെ 0 or 1 ആയിരിക്കണം റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇന്നരെ റിട്ടേൺ ചെയ്യുന്നത് എന്താണ്, ഒരു ബൂളിയൻ വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ആദ്യം പാസ് ചെയ്യുന്നത് നമുക്ക് നോക്കേണ്ടിയ സാധനം അരയിലുണ്ടോ, ഏത് വാല്യൂ ആണോ നമുക്ക് അരയിലുണ്ടോ നോക്കേണ്ടി, അത് രണ്ടാമത് അറയുടെ പേര്. അതാണ് ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഇന്നരെ ഗ്ലെന്ന് പാസ് ചെയ്ത് പീപ്പിൾ എന്ന് പറഞ്ഞാൽ പീപ്പിൾ എന്ന് പറയുന്ന അരയിൽ ഗ്ലെൻ എന്ന് പറയുന്ന വാല്യൂ ഉണ്ടോ നോക്കും, ഉണ്ടെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഈ ഗ്ലെൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കേസിൽ മാച്ച് ഫൗണ്ട് ആയിരിക്കണം പ്രിൻറ്റ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് കണ്ടു നോക്കാം, കണ്ടോ, മാച്ച് ഫൗണ്ട്. ഇനി ഇവിടെ വേറെ എന്തെങ്കിലും ഇല്ലാത്തൊരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ, ഈ അരയിൽ ഇല്ലാത്തൊരു വാല്യൂ ആണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്, ഇല്ലാത്ത വാല്യൂ കൊടുക്കുമ്പോൾ മാച്ച് നോട്ട് ഫൗണ്ട് പ്രിൻറ്റ് ചെയ്യും, എൽസിലേക്ക് പോകും. എൽസ് സ്റ്റേറ്റ്മെൻറ്റ് പോയിട്ട് മാച്ച് നോട്ട് ഫൗണ്ട് കാണും. അപ്പം ആദ്യം പാസ് ചെയ്യേണ്ടത് നമുക്ക് സെർച്ച് ചെയ്യേണ്ടിയ ആർഗ്യുമെൻറ്റും, രണ്ടാമത് പാസ് ചെയ്യേണ്ടത് ഏത് അരയിലാണോ സെർച്ച് ചെയ്യേണ്ടത് അതുമാണ് സെർച്ച് ചെയ്യുന്നത്. ഇവിടെ 2 കർലി ബ്രാക്കറ്റ് വരുന്നുണ്ട്. ഈ കർലി ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യും. ഇൻ അരേ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വേരിയബിൾ എഴുതാം, പ്രസൻറ്റ് ഈക്വൽ ടു ഇന്നലെ. അപ്പോൾ അതിലേക്ക് അതിൻ്റെ വാല്യൂ വന്നു. ഇഫ് പ്രസൻറ്റ്, അതായത് പ്രസൻറ്റ് ട്രൂ ആണെങ്കിൽ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ മറ്റേ പാട് എക്സിക്യൂട്ട് ചെയ്യും. സെമിക്കോളൻ ഇടാൻ മറന്നു പോയതാണ് പ്രശ്നം. മാച്ച് നോട്ട് ഫൗണ്ട് വന്നു. അപ്പോൾ ഈ സര എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ബൂളിയൻ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഈ സര ആദ്യം പാസ് ചെയ്യേണ്ടത് ഫംഗ്ഷനിലേക്ക് ആദ്യം പാസ് ചെയ്യേണ്ടത് സ്ട്രിങ്, സെർച്ച് ചെയ്യേണ്ട സ്ട്രിങ്, രണ്ടാമത് പാസ് ചെയ്യേണ്ടത് ഏത് അരയിലാണോ സെർച്ച് ചെയ്യേണ്ടത് ആ അരയുടെ പേര്, എന്നിട്ട് റിട്ടേൺ ചെയ്യുന്ന ബൂളിയൻ വാല്യൂ. ഈസ് പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഈസ് ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. പ്രസൻറ്റ് എന്നുള്ളതിൽ ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇഫിനകത്ത് ഡയറക്റ്റ്ലി അത് കൊടുക്കാം, ഇഫ് പ്രസൻറ്റ് ദെൻ ട്രൂ, മാച്ച് ഫൗണ്ട്, അല്ലെങ്കിൽ ഇത് ഇത്രയും മതി. അപ്പോൾ ചെയ്ത് നോക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ സോർട്ട് ഫംഗ്ഷൻസ് എല്ലാം ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ച്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് 2 പ്രോഗ്രാമും ചെയ്ത് നോക്കുക. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു, ബൈ.